പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ദൈവം പോലും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന്. ഒരു കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഭംഗിക്കായി വെച്ചിരിക്കുന്ന ചെറി കണ്ടിട്ടില്ലേ? അതുപോലെ ആകരുത് പ്രാർത്ഥനയ്ക്കിടയിൽ എപ്പോഴെങ്കിലും ഓർക്കുന്ന പരിശുദ്ധാത്മാവ്. യേശുവിൽ വിശ്വസിച്ചതുകൊണ്ടോ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ മാത്രം ആർക്കും വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയുകയില്ല. നമ്മൾ പരിശുദ്ധാത്മാവ് ലഭിച്ചവരാണോ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് ബോധേഡാണ്. ഒരു പുതിയ സ്ഥലത്ത് ചെന്നാൽ സിം കാർഡിനായി നമ്മൾ നെട്ടോട്ടം ഓടാറില്ലേ? കാരണം എന്താ? ഫോണില്ലാതെ കാര്യങ്ങൾ നടക്കില്ല, കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. അതുപോലെ പരിശുദ്ധാത്മാവില്ലാതെ ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. പരിശുദ്ധാത്മാവില്ലാതെ ദൈവത്തിൻ്റെ വിൽ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ലൂക്കോസ് 11:13 പറയുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകും. യാചിക്കുക, ആത്മാവിനായി യാചിക്കുക, പരിശുദ്ധാത്മാവിനായി യാചിക്കുക, കിട്ടുന്നവരെ യാചിക്കുക. പാപത്തെയും ഭയത്തെയും പിശാചിൻ്റെ തന്ത്രങ്ങളെയും മറികടക്കാനുള്ള ശക്തി അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ശത്രു മനുഷ്യനല്ല, സാത്താനാണ്. നമ്മളുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല. ഇതൊരു ചെസ് ബോർഡ് പോലെയാണെന്ന് വിചാരിച്ചാൽ മതി. ചെസ് ബോർഡിലെ ആനയോടും കുതിരയോടുമാണോ നമ്മൾ മത്സരിക്കേണ്ടത്? അല്ല, അത് നീക്കുന്ന ആളിനോടാണ് മത്സരിക്കേണ്ടത്. അതുപോലെ നിങ്ങളെ ഉപദ്രവിക്കുന്ന മനുഷ്യർ വെറും കരുക്കൾ മാത്രമാണ്. അതിൻ്റെ പിന്നിലിരുന്ന് കളിക്കുന്നത് പിശാചാണ്. കരുക്കളായ മനുഷ്യരോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, പിശാചിനെയാണ് തോൽപ്പിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഈ യുദ്ധം ജയിക്കാൻ കഴിയില്ല. ആത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്.